ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെ 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമുക്ക് 2x2 ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെയും അതുപോലെ തന്നെ 3x3 ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നതെന്ന് പഠിക്കണം. ഈ വർഷം നിങ്ങൾക്ക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കാണാനായിട്ട് 3 ഡിഫറെൻറ്റ് വേസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിയാണ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല ഞാൻ എഴുതാം. അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ്. അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി ഒരു മെട്രിക്സ് എങ്ങനെയാണ് അഡ്ജോയിൻ്റ് ഓഫ് എ കാണുക എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് കാണണം? ഡിറ്റർമിനൻ്റ് കാണണം. കാരണം എന്താ? ഡിറ്റർമിനൻ്റ് 0 ആയാൽ 0 കൊണ്ടുള്ള ഡിവിഷൻ ഇതേവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. എല്ലാ മെട്രിക്സുകൾക്കും അഡ്ജോയിൻ്റ് ഓഫ് എ കാണാൻ പറ്റും. അങ്ങനെ അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടതിന് ശേഷം ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ 0 കിട്ടിയാലും നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. നമുക്ക് ഒരുപാട് ടൈം നഷ്ടം വരും. അപ്പോൾ എങ്ങനെയുള്ള മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് ഉള്ളൂ? ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള മെട്രിക്സുകൾക്ക് മാത്രമേ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ള മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേര് നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മെട്രിക്സിനെ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത്തരം മെട്രിക്സ് നമ്മൾ എന്ത് വിളിക്കും? സിംഗുലാർ മെട്രിക്സ് വിളിക്കും. അങ്ങനെ സിംഗുലാർ മെട്രിക്സുകൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു പ്രോബ്ലം എഴുതാം. ലെറ്റ് എ ഈക്വൽ ടു മെട്രിക്സ് 2 3 4 8. ഒരു മെട്രിക്സ് ഇതിൻ്റെ എ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞതാണ്. ആദ്യം നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാം. ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ ഭയങ്കര എളുപ്പമാണ്. ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, കുറയ്ക്കുക. 2 × 8 16 മൈനസ് 4 3 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമുക്കറിയാം. ഇവിടെ ഡിറ്റർമിനൻ്റ് 480 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതണം. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാനായിട്ട് ശ്രദ്ധിച്ച് കേട്ടു കേട്ടോ. നമ്മൾ എയിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടറുകൾ കാണണം. ശ്രദ്ധിച്ചോളൂ. എയിൽ നമുക്ക് 4 എലമെൻറ്റ്സ് കാണാൻ പറ്റും. ആദ്യത്തെ എലമെൻറ്റ് 2, പിന്നത്തെ എലമെൻറ്റ് 3, പിന്നത്തെ എലമെൻറ്റ് 4, പിന്നത്തെ എലമെൻറ്റ് 8. ഓരോ എലമെൻറ്റിൻ്റെയും നമ്മൾ എന്ത് കാണണം? കോഫാക്ടറുകൾ കാണണം. ഇത് നമുക്ക് കാണാം. കോഫാക്ടർ ഓഫ് 2. കോഫ് 2 എന്ന് വായിക്കരുത്. ഇത് ഉദ്ദേശിച്ചത് കോഫാക്ടർ ഓഫ് 2 കേട്ടോ. കോഫാക്ടർ ഓഫ് 2 കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 2 കഴിക്കണം, റോയും കോളം കട്ട് ചെയ്യുക. ബാക്കി എന്താ കാണുന്നത്? 8. അതാണ് 2 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ കോഫാക്ടർ. അപ്പോൾ കോഫാക്ടർ ഓഫ് 3 ഈക്വൽ ടു 3 കഴിക്കണം, റോയും കോളം കട്ട് ചെയ്യുക. ബാക്കി നമുക്ക് കിട്ടുന്നത് 4 ആണ്. ആ എലമെൻറ്റിൻ്റെ ചിഹ്നം മാറ്റണം. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണുമ്പോൾ കിട്ടുന്ന വാല്യൂവിൻ്റെ ചിഹ്നം മാറ്റണം. അപ്പോൾ ആദ്യത്തിൻ്റെ ചിഹ്നം നമ്മൾ മാറ്റിയില്ല. കിട്ടിയ അതേ വാല്യൂ തന്നെയാണ് എഴുതിയത്. രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കിട്ടിയ വാല്യൂവിൻ്റെ ചിഹ്നം മാറ്റണം. ഈ കോഫാക്ടർ ഓഫ് 4 കാണണം അല്ലേ? കോഫാക്ടർ ഓഫ് 4 ഇസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ 4 കിടക്കുന്ന റോയും കോളം കട്ട് ചെയ്യും. ബാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ആ എലമെൻറ്റിൻ്റെ ചിഹ്നം മാറ്റണം. ശ്രദ്ധിച്ചോട്ടോ, ചിഹ്നം മാറ്റണം. ഇത് കഴിഞ്ഞാൽ അടുത്ത എലമെൻറ്റ് 8 അല്ലേ? 8ൻ്റെ കോഫാക്ടർ ഓഫ് 8 ഇസ് ഈക്വൽ ടു 8 കിടക്കുന്ന റോയും കോളം കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? 2 കിട്ടും. അതിൻ്റെ ചിഹ്നം നമ്മൾ മാറ്റിയില്ല. അപ്പോൾ ചിഹ്നത്തിൻ്റെ കേസിൽ ഓർഡർ നോക്കുള്ളൂ. ആദ്യത്തിൻ്റെ ചിഹ്നം മാറ്റിയില്ല, പിന്നത്തിൻ്റെ ചിഹ്നം മാറ്റി, പിന്നത്തിൻ്റെ ചിഹ്നം മാറ്റി, പിന്നത്തിൻ്റെ ചിഹ്നം എന്ത് ചെയ്തില്ല? മാറ്റിയില്ല. ഇനി ഈ എ എന്ന് പറയുന്ന മെട്രിക്സുകളുടെ എലമെൻറ്റുകളുടെ സ്ഥാനത്ത് അവരുടെ കോഫാക്ടറുകൾ എഴുതുക. അവരുടെ കോഫാക്ടറുകൾ എഴുതിയാൽ കിട്ടുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ ഓഫ് എ. കോഫാക്ടർ ഓഫ് ക്യാപിറ്റൽ എ കിട്ടും മെട്രിക്സ്. 2ൻ്റെ സ്ഥാനത്ത് 2ൻ്റെ കോഫാക്ടർ എഴുതുക. 3യുടെ സ്ഥാനത്ത് 3യുടെ കോഫാക്ടർ എഴുതുക. 4ൻ്റെ സ്ഥാനത്ത് 4ൻ്റെ കോഫാക്ടർ എഴുതുക. അടുത്ത് 8ൻ്റെ സ്ഥാനത്ത് 8ൻ്റെ കോഫാക്ടർ എഴുതുക. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ കിട്ടി. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് കാണുക. ട്രാൻസ്പോസ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. റോസും കോളംസും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റോ കോളായിട്ടും ഈ റോ കോളായിട്ടും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എന്തായിരിക്കും? ആദ്യത്തെ കോളത്തിന് റോ 8 ചെയ്താൽ 8 - 3
അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിന് രണ്ടാമത്തെ റോ ചെയ്യുക. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലാന്ന് വിചാരിക്കും. ഈ വന്ന വഴികളൊക്കെ ഞാൻ മാറ്റി കളയാം കേട്ടോ. നിങ്ങൾ പറയുന്നത് പെട്ടെന്ന് സാറിന് മാറ്റി കളയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് ഓഫ് എ കാണുന്ന തിയറി പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കിയാൽ നിങ്ങൾ എയും അഡ്ജോയിൻറ്റ് ഓഫ് എ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് കണ്ടു. ആ ഡയഗണൽ എലമെൻറ്റ്സ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ. ഇനി അതിൻ്റെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് നോക്കൂ. ആ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് ഓഫ് എ കാണാൻ എളുപ്പമല്ലേ. ഈ എളുപ്പ വഴി 2x2 മാത്രമേ ഉള്ളൂ കേട്ടോ. 3x3ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, ചോദ്യം അതായിരുന്നു. ചോദ്യം എ ഇൻവേഴ്സ് കാണാനായിരുന്നു. therefore എ ഇൻവേഴ്സ് എ എഴുതിയിട്ട് മുകളിൽ -1 എഴുതി വായിക്കുന്നത് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് കാണുന്ന ഫോം നമുക്കറിയാലോ, അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഇവിടുത്തെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 1/4 ഇൻറ്റു മെട്രിക്സ് 8 -3 -4 2. ഇതാണ് ഒരു 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള പ്രൊസീജിയർ. ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ ചോദിച്ചാലും ഈ മെത്തഡോളജി അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ സാധാരണ ചോദിക്കാൻ ഒരു ഡൗട്ട് ഉണ്ട്, സാധാരണ ഈ എളുപ്പവഴിയിൽ കൂടെ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന്. എളുപ്പവഴിയിൽ കൂടെ ഇത് അംഗീകൃതമായിട്ടൊരു വഴി തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ മെട്രിക്സ് പേര് കൊടുക്കാം. ബി ഈക്വൽ ടു മെട്രിക്സ് 2 -3 4 എത്രയുള്ളത് ഒരു -6. ഇതിൻ്റെ ഇൻവേഴ്സ് കാണുന്നുണ്ട്. ഈ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് കാണണം? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണണം. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈക്വൽ ടു ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ കുറയ്ക്കുക അല്ലേ. അപ്പോൾ 8 ഇൻറ്റു -6 എത്ര വരും? -12 -4 ഇൻറ്റു -3 -12 ആണ്. അതും ഈ ഫോർമുലയിൽ മൈനസ് കൂടി ചെയ്യുമ്പോൾ +12 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 കിട്ടി. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സിന് എന്തില്ല? ഇൻവേഴ്സ് ഇല്ല. ഇനി ചെയ്യണം പ്രോബ്ലം ആണെങ്കിൽ ഒരു മെട്രിക്സ് കൂടി ചെയ്താൽ എ ഈക്വൽ ടു മെട്രിക്സ് 2 4 3 ഒരു -1 ആയിക്കോട്ടെ. എ ഇൻവേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ സാധനം 2x2 ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യണം കേട്ടോ. ഡിറ്റർമിനൻ്റ് എത്രയായിരിക്കും? 2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -2 -4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12. അത് കുറയ്ക്കലും ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കിട്ടും? -14 കിട്ടും. നിങ്ങൾക്കറിയാം ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, 0 വരാം. 0 വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാത്തുള്ളൂ? എ ഇൻവേഴ്സ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരിട്ട് അഡ്ജോയിൻറ്റ് ഓഫ് എഴുതാമല്ലോ മക്കളെ. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു എന്തായിരിക്കും? മെട്രിക്സ് എന്ന് ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഡയഗണൽ എലമെൻറ്റ്സ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 കുറച്ച് നീക്കിയിട്ട് 2 ചെയ്തത്. ഇനി ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് അല്ലേ. അപ്പോൾ -4 -3 ഇതായിരിക്കും അഡ്ജോയിൻറ്റ് ഓഫ് എ. therefore എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇതിനെ -14 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ -1/14. ചിഹ്നം നമ്മൾ മോഡൽ ചെയ്താൽ 1/-14 ഇതിലോ -1/14 ഇൻറ്റു മെട്രിക്സ് -1 -4 -3 2. ഇതാണ് ഒരു 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല. ക്ലിയർ ആയിട്ട് വിചാരിക്കും. ഇനി നമുക്കൊരു 3x3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടോ. ഓക്കെ, നമുക്കൊരു 3x3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് പഠിച്ചു നോക്കാം. തന്നിരിക്കുന്ന മെട്രിക്സിനെ എ എന്ന് വിളിക്കുക. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റർമിനൻ്റ് കാണുക. ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഡിറ്റർമിനൻ്റ് കിട്ടും. ഇനി 3x3 ഡിറ്റർമിനൻ്റ് കാണാൻ പഠിച്ചോളൂ. ആദ്യം തന്നെ 2 എടുക്കുക. അത് 2 ആയതുകൊണ്ട് 2 തന്നെ എടുക്കുന്നതിൻ്റെ ചിഹ്നം മാറ്റുന്നില്ല. അത് കഴിഞ്ഞ് 2 ഉള്ള റോയും കോളം കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഡിറ്റർമിനൻ്റ് -1 0 2 1. ഇപ്പോൾ 2 എടുത്തു. ഇനി അടുത്ത എലമെൻറ്റ് എടുക്കുക. അടുത്ത എലമെൻറ്റിൻ്റെ ചിഹ്നം മാറ്റണം കേട്ടോ. ഇവിടെ 1 ആയതുകൊണ്ട് ഞാൻ -1 ഇതാണ്. -1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് റോയും കോളം കട്ട് ചെയ്തു
4 0 negative 7 1 4 0 negative 7 1. അടുത്ത ടൈമിൽ ചിഹ്നം മാറ്റണ്ട. 3 ആയതുകൊണ്ട് പ്ലസ് 3 തന്നെ ചെയ്യും. -3 ആയിരുന്നെങ്കിൽ -3 തന്നെ കേട്ടോ. അപ്പോൾ +3 × 3 ഉള്ള റോയും കോളം കട്ട് ചെയ്തു. ബാക്കി തോന്നുന്നു 4 negative 1 negative 7 2. That is equal to 2 into ഇനി 2/2 ചെയ്യാൻ കൊടുത്തത് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ കുറയ്ക്കുക. -1 -0 -1 into 4 -0 plus 3 into 8 -7 into -1 plus 7 അപ്പോൾ 8 -7. That is equal to -2 അല്ലേ -1 -1 വരും. -1 into 2 -2 4 - 1 എന്ന് പറയുന്നത് 4 into -1 എന്ന് പറയുമ്പോൾ -4 വരും പ്ലസ് 3 into 1 that is equal to 3. അപ്പോൾ നമുക്കത് -6 plus 3 that is equal to -3 വരും. അപ്പോൾ ഡിറ്റർമിൻ്റെ നമുക്ക് എന്ത് വന്നു -3 വന്നു. ഡിറ്റർമിൻ്റെ -3 നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ട് ഇൻവേഴ്സ് ഉണ്ട്. ബോർഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയാണ് കേട്ടോ. ഓക്കെ നമുക്ക് മനസ്സിലായില്ലാന്ന് വിചാരിക്കുന്നു. 3/0 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു -3 കിട്ടും. ഇനി നമ്മൾ 2/2 ചെയ്തതുപോലെ തന്നെ നമ്മൾ കോഫാക്ടർ മാട്രിക്സ് എഴുതിയിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണണം. കോഫാക്ടർ മാട്രിക്സ് എഴുതാനായിട്ട് ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടറുകൾ കാണണം. 2/2 4 എലമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 9 എലമെൻ്റ് ഉണ്ട്. 3/3 മാട്രിക്സ് ആകുമ്പോൾ അവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 9 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 9 എലമെൻറ്റ്സിൻ്റെയും കോഫാക്ടറുകൾ കാണണം. ഈ 9 എലമെൻറ്റിൻ്റെ കോഫാക്ടറുകൾ കാണുമ്പോൾ വാല്യൂ കാണുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. ചിഹ്നം നോക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ചിഹ്നം ഇവിടെ നമ്മൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചിഹ്നം മാറ്റില്ല. രണ്ടാമത്തെ മാറ്റും, പിന്നത്തെ മാറ്റില്ല, പിന്നത്തെ മാറ്റും, മാറ്റില്ല, മാറ്റും, മാറ്റില്ല, മാറ്റും, മാറ്റില്ല. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആണ്. 2/2 മാറ്റില്ല, മാറ്റും, മാറ്റും, മാറ്റില്ല എന്നായിരുന്നു. 3/3 ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ ചിഹ്നം മാറ്റില്ല, മാറ്റും, മാറ്റില്ല, മാറ്റും, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആണ് 9 എലമെൻറ്റ്സ്. ഓക്കെ നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടറുകൾ കാണാം. അപ്പോൾ കോഫാക്ടർ ഓഫ് ആദ്യത്തെ എലമെൻറ്റിലൂടെ 2 ആണ് അല്ലേ. 2 ആണെങ്കിൽ എന്ത് ചെയ്യാം? 2 എടുക്കുന്ന റോയും കോളം കട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഡിറ്റൻസ് അതാണ് കോഫാക്ടറുകൾ കാണുമ്പോൾ ടെക്നിക്ക് കേട്ടോ. അപ്പോൾ 2 റോയും കോളം കട്ട് ചെയ്തു. ബാക്കിയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് -1 0 2 1. ഒരു 2/2 മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായാലോ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ കുറയ്ക്കില്ല. അപ്പോൾ -1 -0 ദാറ്റ്സ് ഈക്വൽ ടു -1. കോഫാക്ടർ ഓഫ് അടുത്ത എലമെൻറ്റ് 1 ആണ് അല്ലേ. 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ചിഹ്നം മാറ്റം എന്ന് പറഞ്ഞു. ചിഹ്നം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ -1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് പുറത്ത് ഞാനൊരു മൈനസ് ഇട്ട് കൊടുക്കും കേട്ടോ. മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് 1 കിടക്കണോ റോയും കൂടെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 4 0 -7 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 - 0 4 - 0 എന്ന് പറയുന്നത് 4 ആണ്. പുറത്തൊരു മൈനസ് കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -4 കിട്ടും. അടുത്ത കോഫാക്ടർ ഓഫ് 3. കോഫാക്ടർ ഓഫ് 3 എന്ത് ചെയ്യുക? ചിഹ്നം മാറ്റേണ്ട കാര്യമില്ല അല്ലേ. 3 റോയും കൂടെ കട്ട് ചെയ്യുക. ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ എന്ത് വരും? 4 - 1 -7 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 8 - 1 8 - 1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ ഇനി അടുത്ത പേജ് ആയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തത് കേട്ടോ. ഓക്കെ കോഫാക്ടർ ഓഫ് 2 കഴിഞ്ഞ് 1 കഴിഞ്ഞ് 3 കഴിഞ്ഞ് അടുത്ത് കോഫാക്ടർ ഓഫ് 4 അല്ലേ. കോഫാക്ടർ ഓഫ് 4 ഈക്വൽ ടു ചിഹ്നം മാറ്റണം. ഓക്കെ അപ്പോൾ മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് 4 റോയും കോളം കട്ട് ചെയ്താൽ 1 3 2 1 അല്ലേ. 1 3 2 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 - 6 വരും. 1 - 6 -5 ആണ്. പുറത്തെടുക്കുന്ന മൈനസ് അടക്കം അതെന്തായിട്ട് മാറും? +5 ആയിട്ട് മാറും. അടുത്ത കോഫാക്ടർ ഓഫ് -1. കോഫാക്ടർ ഓഫ് -1 ചിഹ്നം മാറ്റുന്ന കാര്യമില്ല. -1 എടുക്കുന്ന റോയും കോളവും കട്ട് ചെയ്താൽ 2 3 -7 1 അല്ലേ. ഡിറ്റർമിനൻ്റ് 2 3 -7 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 -21. 2 -21 എന്ന് പറഞ്ഞാൽ 2 + 21 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 23 ആണ് കേട്ടോ. ഓക്കെ ദ വാല്യൂ ഈസ് 23. അടുത്ത കോഫാക്ടർ ഓഫ് 0. കോഫാക്ടർ ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ചിഹ്നം മാറ്റണം അല്ലേ. ഇനി 0 റോയും കോളം കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 2 1 -7 2. ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 × 2 4 ആണ്. 4 - -7
4 മൈനസ് മൈനസ് എന്ന് പറയുന്നത് 4 പ്ലസ് 7 ആയിരിക്കും. 4 പ്ലസ് 7 എന്ന് പറയുന്നത് 11 ആണ്. പക്ഷേ ഇവിടെ ഫ്രണ്ടിൽ മൈനസ് ഉള്ളതുകൊണ്ട് നല്ല വാല്യൂ തരും മൈനസ് 11. ഈ കോഫാക്ടർ ഓഫ് മൈനസ് ആണ് അല്ലേ, കോഫാക്ടർ ഓഫ് മൈനസ് ആണ്. ചിഹ്നം മാറ്റേണ്ട കാര്യത്തിലോ ഡിറ്റർമിനന്റ് 7 റോയും കോളം കട്ട് ചെയ്താൽ 1 3 മൈനസ് 1 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 മൈനസ് മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 3. അടുത്തത് കോഫാക്ടർ ഓഫ് മൈനസ് 1 കഴിഞ്ഞാൽ കോഫാക്ടർ ഓഫ് 2 അല്ലേ, കോഫാക്ടർ ഓഫ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ചിഹ്നം മാറ്റുന്നുണ്ടോ അല്ലേ. അപ്പോൾ മൈനസ് ഓഫ് ഡിറ്റർമിനന്റ് പറ 2 3 4 0 2 3 4 0. അതിൻ്റെ വാല്യൂ 0 മൈനസ് 12 വരും. അപ്പോൾ മൈനസ് 12 വരും. ഫ്രണ്ടിൽ എന്തുണ്ട് മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 12 വരും. ഈ ലാസ്റ്റ് കോഫാക്ടർ ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 കഴിഞ്ഞാൽ റോയും കോളം കട്ട് ചെയ്താൽ 2 1 4 മൈനസ് 1 അല്ലേ, 2 1 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 മൈനസ് 4 മൈനസ് 2 മൈനസ് 4 എത്രയാണ്, അത് മൈനസ് 6 ആണ്. അപ്പോൾ നമുക്ക് 9 എലമെന്റിന്റെയും കോഫാക്ടറുകൾ കാണാനായിട്ട് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിഹ്നമൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫോളോ ചെയ്യാൻ പറ്റാത്തവർ വീണ്ടും ഒരു പ്രാവശ്യം ക്ലാസ് എടുത്ത് കാണാം. എന്തായാലും കോഫാക്ടറുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ മാട്രിക്സിലെ എലമെന്റുകൾക്ക് പകരം എന്ത് ചെയ്യുക, ആ എലമെന്റിന്റെ കോഫാക്ടറുകൾ എഴുതുക. നമുക്ക് കോഫാക്ടർ മാട്രിക്സ് കിട്ടും. അപ്പോൾ എന്ത് വരും -1 -4 1 -1 -4 1 പിന്നെയോ 5 23 -11 പിന്നെയോ 3 12 -6. ഇതാണ് കോഫാക്ടർ മാട്രിക്സ്. നിങ്ങൾക്ക് ഞാൻ 2/2 പറഞ്ഞ പോലെ തന്നെ കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണാം. കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എന്ത് കിട്ടും, മാട്രിക്സ് -1 5 3 -4 23 12 1 -11 -6. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ. നമുക്കറിയാം എ ഇൻവേഴ്സ് കാണുന്ന ഫോമിൽ എല്ലാവർക്കും അറിയാം അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ആണ്. എ ഇൻവേഴ്സിന് നമ്മൾ എ ഇൻറ്റു മോഡ് -1 ആണിലേക്ക് എടുക്കുക. അപ്പോൾ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് നമുക്ക് -3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ -1/3 ഇൻറ്റു മാട്രിക്സ് ഇങ്ങനെ എന്താണ് നല്ലത് കേട്ടോ. -1/3 ഇൻറ്റു -1 5 3 -4 23 12 1 -11 -6. ഇതാണ് എ ഇൻവേഴ്സ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്താലാണ് ഒരു 3/3 മാട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് കിട്ടുക. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, പരീക്ഷ ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് മാട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് കാണുന്ന പ്രോബ്ലം 100% ഉറപ്പാണ്. കാരണം ഇതിൻ്റെ അപ്ഡേഷൻ ലെവലിലും എ ഇൻവേഴ്സ് കാണുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇനി 2/2 മാട്രിക്സിന് നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ കാണാനായിട്ട് ഒരു ടെക്നിക്ക് പറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ടെക്നിക്ക് 3/3ക്ക് പറയുന്നില്ല. എങ്കിലും ചില പുസ്തകത്തിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, വേറൊരു വഴിയും കൂടി പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇനി വേറൊരു വഴി കൂടി പറഞ്ഞു തരുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വഴിയാണ് കറക്റ്റ് തിയറി പാർട്ട്. വേറൊരു വഴിയും കൂടി ഉണ്ട്. ആ വഴി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് ആ വഴി എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ചിലവർ ബുദ്ധിമുട്ടാണ് സാർ ഞാൻ ഈ വഴിക്ക് തന്നെ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഈ വഴിക്ക് ചെയ്തോളൂ, ഇത് കറക്റ്റാണ്. എന്നാലും വേറൊരു വഴിയും കൂടി പുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും വേറെ പുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ വഴി പറഞ്ഞു തരാം. ഇഷ്ടമാവുകയാണെങ്കിൽ ആ വഴി ഒന്ന് സ്വീകരിച്ചോളൂ. അതിനൊരു അഡ്ജോയിന്റ് ഓഫ് എ കാണാനായിട്ട് ഡിറ്റർമിനന്റ് വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് സാധാരണ പോലെ ഡിറ്റർമിനന്റ് കണ്ടു. ഈ പ്രോബ്ലത്തിന് ഡിറ്റർമിനന്റ് നമുക്ക് -3 ആണ്. ഇനി അഡ്ജോയിന്റ് ഓഫ് എ കാണാനായിട്ട് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയും, ഏലുള്ള ഈ എലമെന്റ്സ് ഒരു പ്രാവശ്യം എഴുതും. 2 1 3 4 -1 0 -7 2 1. ഈ എലമെന്റുകൾ തന്നെ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അതേ ഓർഡറിൽ തന്നെ ഒരു പ്രാവശ്യം എഴുതും. അപ്പോൾ ഒന്ന് പറഞ്ഞ് 2 1 3 4 -1 0 -7 2 1. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് എലമെന്റ്സ് 2 പ്രാവശ്യം എഴുതി, ഒരു പ്രാവശ്യം എഴുതുക. അപ്പോൾ ആ പ്രാവശ്യം താഴെ എഴുതുക കേട്ടോ. അപ്പോൾ എന്ത് വരും 2 1 3 4 -1 0 -7 2 1. ഇത് എഴുതുന്ന ശ്രദ്ധിക്കണം, എ നോക്കിയിട്ട് വേണം എഴുതേണ്ട. കാരണം ഇവിടെ കുറേ സംഖ്യകളായി. അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒരു പ്രാവശ്യം കൂടി എഴുതുക. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു പ്രാവശ്യം കൂടി എഴുതുക. നോക്കിയിട്ട് എഴുതും ഇതേ ഓർമ്മ തന്നെ 2 1
3 4 -1 0 -7 2 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിയേ ഏഴുള്ള എലമെൻറ്റ്സ് അതേ ഓർഡറിൽ തന്നെ ഒരു പ്രാവശ്യം എഴുതി ഒരു പ്രാവശ്യം എഴുതി ഒരു പ്രാവശ്യം എഴുതി ഒരു പ്രാവശ്യം എഴുതി മൊത്തം 4 പ്രാവശ്യം എഴുതി. ഈ 4 പ്രാവശ്യം എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ ബൗണ്ടറിയിലുള്ള സംഖ്യകളുടെ വെട്ടിക്കളയണം. ഏറ്റവും ബൗണ്ടറിയുള്ള സംഖ്യകൾ വെട്ടിക്കളയും, അതായത് ഒരു പെട്ടി കൂട്ടി. അപ്പോൾ ഈ പെട്ടിയുടെ ഉള്ളിൽ കുറച്ച് സംഖ്യകളുണ്ട്. ഇനി ആ സംഖ്യകൾ നമ്മൾ 2/2 രീതിയിൽ ചെയ്യുന്ന ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ വെട്ടിക്കളയാത്ത ആദ്യത്തെ റോയും രണ്ടാമത്തെ റോയും കണ്ടില്ലേ, ഈ 2 റോയിൽ ആദ്യത്തെ 4 എലമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ 2/2 ഓർഡറിൽ നമ്മൾ ഡീറ്റെയിൽ ആണ് കേട്ടോ. അപ്പം -1 -0 മൈനസ് അല്ലേ, -1 -0 അപ്പം എന്ത് വരും, -1 വരും. അത് ഞാൻ ഇവിടെ -1. ഇനി ഈ 2 എലമെൻറ്റ് തള്ളിക്കളഞ്ഞ് അടുത്ത 4 എലമെൻറ്റ്. അപ്പോൾ എന്ത് തോന്നുന്നു, 0 -4 0 -4 വരുന്നത് -4 ആണ്. അതിവിടെ താഴെ എഴുതിയിട്ടാണ്, അപ്പുറ സൈഡിലല്ല എഴുതി, ആ എലമെൻറ്റിന് താഴെ എഴുതി. ഇനി ഈ 2 എലമെൻറ്റ് തട്ടിക്കളഞ്ഞ് ഈ 4 എലമെൻറ്റ്സ് കേട്ടോ എന്ന് നോക്കൂ. 8 -7 8 - 7 എത്രയാണ് അല്ലേ, 4 × 8 8 - 7 8 - 7 എത്രയാണ് 1. അത് താഴെ. ഇനി അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് മാർഗമില്ല. അപ്പോൾ ആദ്യത്തെ റോയുടെ പരിപാടി അവസാനിപ്പിച്ചു. ശരിക്കും ഞാൻ പുസ്തകത്തിലാണ് വെട്ടികളായി ചെയ്യാറ്, ഞാനിപ്പോൾ വെട്ടികളൊന്നും ഒരുപാട് വെട്ടികളാക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ റോ കഴിഞ്ഞു കേട്ടോ. ഇനി പിന്നത്തെ 2 റോ എടുക്കുക. പിന്നത്തെ 2 റോയിൽ ആദ്യത്തെ 4 എലമെൻറ്റ് എടുത്ത് സിംപ്ലിഫൈ ചെയ്യും. എന്തൊരു 6 - 1 അല്ലേ, 6 - 1 അതിലെ 5. അത് അപ്പുറത്ത് പോയി എഴുതുക 5. ഇനി നേരത്തെ പോലെ തന്നെ ഈ 2 എലമെൻറ്റാണ് ഇതിരിക്കുക കേട്ടോ. 2 - -21 2 - -21 എന്ന് പറഞ്ഞാൽ 2 + 21 ദാറ്റ്സ് ഈക്വൽ ടു 23. അതായത് താഴെ 20. ഇനി അടുത്ത എലമെൻറ്റ്. അപ്പോൾ എന്ത് -7 - 4 -7 - 4 എത്ര വരിക, -11 വരും. അപ്പോൾ ഈ റോ കഴിഞ്ഞു. അടുത്ത റോ എടുക്കുക. അപ്പോൾ എന്ത് വരും, 0 - -3 0 - -3 അത് നമ്മൾ ഇപ്പോഴത്തെ വരും 3. ഇനിയോ 12 - 0 12 - 0 ആരാണ്, 12 ആണ്. ഇനി -2 - 4 അതായത് -6. അതിനെ ഒരു മെട്രിക്സ് പോലെ എഴുതുകയാണെങ്കിൽ നോക്കൂ, ഇതും സെയിം എലമെൻറ്റ്സ് സെയിം മെട്രിക്സ് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് അഡ്ജോയിൻ്റ് ഓഫിലേക്ക് എത്താനായിട്ട് ഇങ്ങനൊരു വഴി ഉണ്ട്. ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, രണ്ടും സെയിം മെട്രിക്സ് ആയിട്ട് കിട്ടും, എല്ലായ്പ്പോഴും അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം അഡ്ജോയിൻ്റ് ഓഫ് കിട്ടി കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എ ഇൻവേഴ്സ് കിട്ടും. ഇങ്ങനെയാണ് ഒരു 3/3 മെട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് കാണുന്നത്. നിങ്ങൾ എക്സസൈസ് 4.5 ഉണ്ട്. 4.5 2/2 3/3 കുറേ മെട്രിക്സുകളുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണ്ട, ആ മെട്രിക്സുകളുടെ ഒക്കെ എ ഇൻവേഴ്സ് കാണുക. അതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ തരുന്ന ഹോംവർക്ക്. ആ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യുക. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, കണ്ടു മനസ്സിലായി ചെയ്യാൻ അറിയാം എന്ന് മാത്രം വിചാരിച്ചിരിക്കരുത്. ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവുന്ന രീതിയിൽ, ഫാസ്റ്റായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തെറ്റാനും പാടില്ല. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എ ഇൻവേഴ്സ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.